കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തട്ടിയാലോ? വെള്ളം ഒഴിക്കണ്ട, എല്ലാത്തിനും ഇട്ടു നനവുണ്ടല്ലോ. അങ്ങനെ അങ്ങനെ അങ്ങോട്ട് തട്ടി. ഓക്കെ. ഹായ് ഓൾ, ഇന്നൊരു കുഞ്ഞ് വ്ളോഗാണ്. നമ്മൾ ഗാർഡനിലെ ഒരു ഗാർഡൻ ടൂറാണ്. ഓക്കെ, നമ്മളെല്ലാ വീഡിയോസ് കാണുമ്പോഴും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മുടെ ഗാർഡനെ കുറിച്ച്. ഗാർഡനിങ്ങിൻ്റെ ആൾ അമ്മയാണ്. അമ്മയാണ് ഗാർഡനിങ്ങിൻ്റെ ആൾ. നമ്മൾ ഫോട്ടോ എടുക്കാനും പിന്നെ വല്ലപ്പോഴൊക്കെ ആയിട്ടൊക്കെ ഈ ഭാഗത്തേക്ക് ഇറങ്ങാറുള്ളൂ. ഫുൾ ഗാർഡനിൽ പ്ലാന്റ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അമ്മ തന്നെയാണ്. ഇവിടെ പലതരം ചെടികളുണ്ട്, ഇലച്ചെടികളും പൂക്കളുള്ള ചെടികളും എല്ലാതും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അമ്മേൻ്റെ അടുത്ത് ചോദിച്ചറിയാം. ഗാർഡൻ ടൂർ ആകുമ്പോൾ അത് പറയാൻ ഏറ്റവും നല്ലത് അമ്മ തന്നെയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. ഗാർഡനൊക്കെ നനയ്ക്കുന്നൊരു സമയമാണ്. ഇപ്പോൾ ചെടികളൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ അമ്മയും ആമിയും കൂടിയാണ് ഇന്ന് ചെടി നനയ്ക്കാൻ വന്നിട്ടുള്ളത്. ഇതുപോലെ ആമി ഒതുങ്ങി നിൽക്കാത്ത കാരണം നമ്മൾ ബക്കറ്റിൽ കുറച്ച് വെള്ളം നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പോൾ ആമി ഇതുപോലെ കപ്പിൽ വെള്ളം എടുത്തിട്ട് നനയ്ക്കും, കളിക്കും. ആമി എങ്ങനെ ചെടി നനയ്ക്കുക? ഓ, ഭയങ്കര ആക്ടിങ്. എന്താ ചായ ആറ്റ്. അപ്പോൾ ഗാർഡൻ ടൂർ എന്ന് പറയുമ്പോൾ എല്ലാ ചെടികളും നമുക്കൊന്ന് കാണിക്കാം അല്ലേ? ഏതൊക്കെ ചെടികളാണ്, എങ്ങനെയൊക്കെയാണ് ചെടികൾ നോക്കുന്നത്, ഏതൊക്കെ സമയം നനയ്ക്കാം, അതുപോലെ ഇപ്പോൾ ചെടികളൊക്കെ ഇടയ്ക്ക് മാറ്റി വെക്കേണ്ടി വരും അത് ഉണങ്ങി പോകുമ്പോൾ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽഡായി ചോദിക്കാം. എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, അതുകൊണ്ട് നമുക്ക് അമ്മൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. ഇൻ്റർവ്യൂ ഒന്നുമില്ല. അപ്പോൾ എന്താണ് ചെടി വളർത്തൽ? ചെടി വളർത്തൽ എന്താ, ഇതൊക്കെ തന്നെ ചെടി. അല്ല, നിങ്ങൾക്ക് എങ്ങനത്തെ ചെടിയാണ് കൂടുതൽ ഇഷ്ടം? ഈ മരച്ചെടികളാണോ പൂക്കളുള്ള ചെടികളാണോ? കൂടുതൽ ഇഷ്ടം പൂവുള്ള ചെടിയാണ്. പക്ഷേ കൂടുതൽ നിൽക്കല് പൂവില്ലാത്ത ചെടികളാണ്. പൂവിടുന്ന ചെടിക്ക് ഒരു സമയമുണ്ട്. മഴ ഇല്ലാത്ത സമയത്ത് പൂവുള്ള ചെടികൾ കൂടുതൽ ഉണ്ടാവുള്ളൂ. മറ്റേത് മഴ വരുമ്പോൾ പൂവൊക്കെ കേടായി പോകും. ഇലച്ചെടികൾ പിന്നെ കൂടുതൽ നിൽക്കും, മഴക്കാലത്തും വേനലിലും നിൽക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കിന് നല്ല ചൂടൊക്കെ തട്ടുമ്പോൾ വാട്ടം വരും. വാടൽ വരുമ്പോൾ എപ്പോഴും നനയ്ക്കുക, അതിൻ്റെ സമയമൊന്നുമില്ല. അതെ അതെ, മഴ ഇല്ലാത്ത എപ്പോഴും നനയ്ക്കും. പിന്നെ മഴ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇടയ്ക്ക് നനച്ചു കൊടുത്താൽ ചെടിക്ക് വാട്ടം വരില്ല. പിന്നെ ഇവിടെ വീട് വെച്ച സമയം മുതലില്ലേ ഈ ചെടികളൊക്കെ? വീട് വെച്ച സമയം മുതലുണ്ട്, പക്ഷേ എല്ലാ ചെടിയും ഇല്ല. അന്നൊക്കെ മരച്ചെടികളായിരുന്നു കൂടുതലും. അപ്പോൾ വീട് വെച്ചിട്ട് 33 വർഷമായില്ലേ. അന്ന് കൂടുതൽ മരച്ചെടികളും പിന്നെ പൂച്ചെടി ഉണ്ട്, ചെമ്പരത്തി, അശോകം, കോളാമ്പി അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ചെടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ ചെടികൾ ഇപ്പോൾ ഒന്ന് കുറവാണ്. പിന്നെ നഴ്സറി ചെടികൾ ഇപ്പോൾ ഒടുവിൽ കുറച്ച് കാലങ്ങളായി. അധികം ചെടികൾ വാങ്ങിച്ചിട്ടുള്ളത് വാങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ കടലാസും ചെടികളില്ല കേട്ടോ. എന്താ ചെടിക്ക് പറയാ? കടലാസും പൂവിന് കടലാസ് പൂവ് അല്ല, അതിന് വേറെ പേരുണ്ട്, ബോഗൺവില്ല. ബോഗൺവില്ല ഉണ്ടായിരുന്നു. അതിപ്പോൾ ചെറിയ കമ്പുണ്ട്. അപ്പോൾ പൂവൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഡിസംബർ ജനുവരി ഒക്കെ വരുമ്പോൾ ബോഗൺവില്ല പൂ വരും. പിന്നെ ചെടികൾ ഇത് നമ്മൾ ക്രിസ്മസ് ട്രീ. ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഈ ട്രീ ആണ് വെച്ചിട്ട് അലങ്കരിക്കാറ്, ഡെക്കറേറ്റ് ചെയ്യാറ്. 2 പ്രാവശ്യം നമ്മളിത് വെച്ചല്ലേ. പക്ഷെ ഇതിപ്പോൾ ആദ്യം ചട്ടിയിലായിരുന്നു. പിന്നെ ചെടികളൊക്കെ ഉഷാറ് നിൽക്കണമെങ്കിലേ ഇടയ്ക്കിടയ്ക്ക് വളം കൊടുക്കണം. വളം എന്താ വെച്ചാൽ ചാണകം അടുത്ത വീട്ടിലുള്ളപ്പോൾ ഇടയ്ക്ക് എടുത്ത് കൊണ്ടും കലക്കി വെച്ചിട്ട് ചാണകം കലക്കിയ പാടെ വയ്ക്കാൻ പാടില്ല. അതായത് ചൂടുകൊണ്ട് കേടായി പോകും ചണ്ടി ചേർന്നാൽ. അപ്പോൾ കലക്കി വെച്ചിട്ട് 2 ദിവസം ചാണകം കലക്കി വെച്ചിരിക്കണം. 3-ാമത്തെ ദിവസം തെളി മുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിന് ചണ്ടി വരുന്നത് വാഴയ്ക്ക്, വലിയ ചെടികൾക്ക് ഒഴിക്കും. പിന്നെ 2 മാസം 3 മാസം കൂടുമ്പോൾ, 2-3 മാസം കൂടുമ്പോൾ, അത് 4 മാസമൊക്കെ ആവാം, കടലപ്പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക് ഇവ സമം ചേർത്തിട്ട് കലക്കി വെക്കണം വലിയ പാത്രത്തിൽ. അതിൻ്റെ തെളി മുക്കിയിട്ട് അത് വേപ്പും പിണ്ണാക്ക് ചേർക്കുന്നത് ഇങ്ങനെ ഈ അസുഖം വരാതെ ഇരിക്കാനാണ്. പിന്നെ പുഴുക്കളുണ്ടാവുമല്ലോ, പുഴുക്കളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെടിയിൽ നിന്ന് നമ്മൾ പിടിച്ച് ഒഴിവാക്കണം. ചീഞ്ഞ ഇലകളൊക്കെ വെട്ടിയിടണം.
പൈപ്പ് പിടിച്ചു ആ കുട്ടികളെ നോക്കുമ്പോൾ നോക്കണം, ചെടിയാൻ തരില്ല. അവിടെ നനച്ചില്ല ചേട്ടാ, അവിടെ ഇവിടെ നനച്ചോ, ഇവിടെ നനച്ചോ, ഇത് നനച്ചോ, ഇവിടെ ഇവിടെ ഇത് ഇത് ഇവിടെ ഇവിടെ അമ്മ കാണിച്ചില്ല. ആ ഇത് 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 അവിടെ അവിടെ അല്ല, ഇത് ഇത് ഈ ചെടി പൂട്ടിയാ അല്ല വരുന്നില്ലേ? വരില്ല. ആ വന്ന് 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 ഒമ്പ വന്ന് അതാ അതാ പൈപ്പ് എടുക്കേ. പൈപ്പ് പൈപ്പ് എടുത്താ ഇതൊക്കെ നനച്ചത് അങ്ങോട്ട് തന്നെ നനച്ചിട്ടില്ല. ഇനി നമുക്ക് ഇവിടെ ഉള്ള ഏതൊക്കെ പൂക്കളുള്ള ചെടികളല്ല, പൂക്കളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഇതാ ഇതിന് നിത്യകല്യാണിന്ന് പറയും. എന്താ ശരിക്കുള്ള പേര് എനിക്കറിയില്ല. ഇതിന്റെ പല ടൈപ്പ് ഇല്ല ഇവിടെ, പല കളർ ഇപ്പൊ പല കളറില്ല. ഒരുപാട് 5-6 ഇതിന് കളർ ഉണ്ടായിരുന്നു. റോസ്, വെള്ള, പിന്നെ കട്ട റോസ്, ഒരുപാട് ഒക്കെ നൈസിൽ വാങ്ങിയായിരുന്നു. ഇപ്പൊ കുറെ കളർ പോയിരിക്കാണ്. ഇപ്പൊ 2 കളറുള്ളൂ. പിന്നെ ഈ ഇലച്ചുകളെ പേരൊന്നും എനിക്കറിയില്ല. ഇത് ഒരു തരം പിന്നെ കാപ്പി ഓർക്കിഡ്. ഓർക്കിഡ് ഇവിടെ ഓർക്കിഡ് 6 ആയിട്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ 4 ആയിട്ടുണ്ട്. ഇതൊന്ന് ലൈറ്റ് കളറ്. പിന്നെ ഇതൊന്നും ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഇലച്ചെടികള്. പിന്നെ ഇത് വേറെ തരം ഓർക്കിഡാ. ഇതില് കട്ട വലയിട്ട് ഇങ്ങനെ കൊല കൊലായി ഇരിക്കും. അത് പൂപ്പ് വന്നിട്ടില്ല, പൂവ് കഴിഞ്ഞതാണ്. പിന്നെ ഇതാ മഞ്ഞ ഓർക്കിഡ്. ഇതാ ഇത് ഇത് വെള്ള റോസ്, ഇത് മഞ്ഞ ഓർക്കിഡ്, ഇതൊക്കെ മഞ്ഞ ഓർക്കിഡ്. ഇതൊക്കെ ഇത് തെച്ചി, ഒരു തരം തെച്ചിയാണിത്. ഇതിന് മാസം മാറിയെന്ന് പറയും, ശരിക്കുള്ള പേര് നമുക്കറിയില്ല. പല കളറ് വരും, വെയിലൊക്കെ വരുമ്പോൾ പല കളർ വരും. പിന്നെ നമ്മള് ഈ ആദ്യ ചെടി ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ആദ്യം തടത്തിലും അങ്ങിയിലും മുറ്റത്തിന്റെ അപ്പുറത്തുള്ളായിരുന്നു. കൊറോണ ടൈം വന്നപ്പോഴാണ് നമ്മള് ചട്ടിയിലാക്കിയിട്ട് കുറേ ചെടികളും കണ്ടുവച്ചത്. പിന്നെ ഇത് പിന്നെ എന്താ പേര്, നമ്പ്യാർ വട്ടം, ചെറിയ നമ്പ്യാർ വട്ടം. ഇതിന് വലുത് വേറണ്ട്, അത് ഇവിടെ ഇല്ല, നമ്പ്യാർ വട്ടം. പിന്നെ ഇതിലൊരു വയലറ്റ് പൂവുണ്ടാവും, ഇപ്പൊ പൂവ് വന്നിട്ടില്ല. ഇപ്പൊ പൂവ് കുറച്ച് കഴിഞ്ഞാൽ വരും. പിന്നെ ഇത് അത് ഒടിച്ചുത്തി അറിയും. പിന്നെ ഇത് ഒരു കോഴിപ്പൂന്ന് പറയും. എന്താ ശരിക്ക് നമുക്ക് ഇതിന് പേര് അറിയില്ല ഇതിൻ്റെ. പിന്നെതാ ഇതാ തെച്ചി. ഇത് നിത്യപുഷ്പിണി. ഇത് നിത്യപുഷ്പിണി. ഇത് പിന്നെ ഒരു ചെറിയ ടൈപ്പ് സൂര്യകാന്തി. ഇത് റോസ്, ചുവപ്പ് തെച്ചി, പൊടിത്തെച്ചിയാണ്. പിന്നെ ഇത് ചുവപ്പ് പൊടിത്തെച്ചി. ഇത് പിന്നെ ഇത് വാഴച്ചെടി, മഞ്ഞ വാഴച്ചെടി. മൂപ്പരധികം പൊക്കം വന്നിട്ടില്ല, അതിലും വലുതായി നിൽക്കുന്ന ഇതാണ്. ഇതാ ചുവപ്പ് വാഴച്ചെടി. പിന്നെ ഇതിലും പൂവ് വരും. ഇതിൻ്റെ അതേ പൂവ് തന്നെയാണ് ഇതിലും, വേറെ വലിയ പൂവാകുന്ന മാത്രം. ഇതിൽ വലിയ പൂവ്. പിന്നെ ഇതൊരു മുല്ല പോലത്തെ ചെടിയാണ്. ഇപ്പോൾ പൂവ് പോയതാണ്, കഴിഞ്ഞതാണ്. പിന്നെ ഇതാ ഇത് നേരത്തെയുള്ള അതാ സാധാരണ നമ്മൾ കാണുന്ന അശോക ചെടി. പിന്നെ ഇതിലൊരു ചുവന്ന പൂ വരും, ഇപ്പോൾ പൂവ് കഴിഞ്ഞതാണ്. അതിൻ്റെ പച്ചയാണിത്. ആ ചുവപ്പിൻ്റെ പച്ചയാണിത്. ഇത് നിൽക്കുന്നത്. പിന്നെ മഞ്ഞ ചെമ്പരത്തി. ഈ പൂവ് കുറേ കാലം നിൽക്കൂലേ? കുറേ നിൽക്കും. ഇതിന് ചുവപ്പാണത്, ഇപ്പോൾ പൂവ് വന്നിട്ടില്ല, കഴിഞ്ഞതാ. ഇത് മഞ്ഞ ചെമ്പരത്തി, മഞ്ഞ അഞ്ചില്ലി, മഞ്ഞ ഉണ്ട. പിന്നെ ഇതാ വെള്ള ഓർക്കിഡ്. ഇത് പിന്നെ ഇത് ബോഗൺവില്ല റോസാണ്. ഇപ്പോൾ പൂവ് വന്നിട്ടില്ല, ഡിസംബർ ജനുവരിക്ക് പൂവ് വരും. പിന്നെ ആന്തൂറിയം, ചുവപ്പ് ആന്തൂറിയം. ഇതിലൊരു വെള്ള പൂവില്ല. പിന്നെ ഇതിലൊരു മഞ്ഞ ചെറിയ പൂക്കൾ, പേരെനിക്കറിയില്ല. ഇത് ഒരു പഞ്ഞി പോലത്തെ പൂവില്ലാത്ത ഒരു മിനുസായിട്ടുള്ളൊരു ഇലൻ്റെ ചെടിയാണ്. ഇത് ഓർക്കിഡ് നമ്മൾ തൈകൾ വെച്ച് കൊടുത്താണ്. ഇതിൻ്റെ പേര് നമുക്കറിയില്ല, ഈ പൂവിൻ്റെ അറിയില്ല. ഇതൊക്കെ മരച്ചെടികൾ എല്ലാം ഇവിടെ നനക്കി. പിന്നെ ഇത് വയലറ്റ് ഓർക്കിഡ്. ഇഷ്ടം പോലെ കൂട്ടായി ഉണ്ടാവും. നമ്മൾ നന്നായി വളം ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തൈ വേറെ പിരിച്ച് വെച്ച് കൊടുക്കാനുണ്ടാവും. ഇത് മരച്ചെടി. ഇതിലൊരു പൂ വരും. ഇതിൽ ലില്ലിപ്പൂവ് എന്ന് പറയും. ഇതിലൊരു തണ്ട് നീളത്തിൽ വന്നിട്ട്
ഇങ്ങനെ സൂര്യ ഉത്സവം പോലെ നിൽക്കുന്ന പൂവാണിത്. ലില്ലി പൂ എന്ന് പറയും. ഇതാ റോസ് ആന്തൂറിയം. ഇത് ഒരു വയലറ്റ് പൂവാണ്. ഇതിന് പിന്നെ എള്ളും പൂ പോലെയാണ്, എള്ളും പൂവെന്നാണ് പറയാറ്. പക്ഷേ എള്ളും പൂവിൻ്റെ രൂപമാണത് കാണുമ്പോൾ. ശരിക്കുള്ള പേരെന്താ അറിയില്ല. ഇത് സൂര്യകാന്തിയാണ്, പൂവിട്ടില്ല, മഞ്ഞ സൂര്യകാന്തി. ഇത് കാശിത്തുമ്പ. പിന്നെ ഇത് ഇങ്ങനെ ചെറിയൊരു ഇലയായിട്ട് നിൽക്കുന്ന ചെടി തന്നെയാണ്. അത് നല്ല ഹൈറ്റ് വരും. ഇടയ്ക്ക് കട്ട് ചെയ്ത് നിർത്തുമ്പോൾ പിന്നെ അവിടുന്ന് പൊടിച്ചു തന്നെയാണിത്. എപ്പോഴൊക്കെ ഇത് ചെടി മാറ്റി വയ്ക്കുക? ചെടി കുറേ കഴിയുമ്പോൾ പിന്നെ അതിനൊരു ഇത് കുറഞ്ഞു വരും. പിന്നെ ഒരു ഉഷാറില്ലാതെ വരുമ്പോൾ പൂവിടാതെയും അല്ല പൂവ് എല്ലാത്ത ചെടികളും പിന്നെ ഒരു മുഷിഞ്ഞു വരുമ്പോൾ അതിന് നല്ല കരുത്തുള്ള ഒരു കമ്പ് മുറിക്കുക, അല്ലെങ്കിൽ തൈ എടുത്തിട്ട് ചട്ടിയിൽ മണ്ണ കെട്ടിട്ട് വളം മാറ്റി വയ്ക്കുക. അപ്പോൾ അത് ഉഷാറായി വരും. അപ്പോൾ ആ പഴയത് മാറ്റുക, അവിടെ അതേമാതിരി നിർത്താതെ. ഇടയ്ക്ക് വളം കൊടുക്കണം, പിന്നെ വാടാനാക്കിയ വെള്ളം കൊടുക്കുക. ഈ ചെടികൾ എപ്പോഴും ഉണ്ടാവും. ഇത് കണ്ടാ, ഇത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ പല കളർ, വേറെ കളറോടെ ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ വേറെ കളറ് 6 ഐറ്റം ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ 3 ഐറ്റം ഉള്ളൂ. ഇതും വേറെ റോസും. ഇതിന് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇതാ വെള്ളതാ, ഇതിന് വെള്ളതാണ്ടാ, ഇതിന് വെള്ളതാ ആ, ഇതിന് വെള്ള. പിന്നെ ഇതിൻ്റെ വേറെ ഐറ്റമാണിത് കണ്ടാ. ഇതിന് നടുവിൽ വെള്ളമുണ്ട്, ഇതിന് നടുവിൽ ചുവപ്പാണ്. ഇത് ചെറിയ വ്യത്യാസം, ചെറിയ വ്യത്യാസങ്ങളാ. പിന്നെ ഇതിലൊരു വയലറ്റ് പൂ വരും. ഇതിലിപ്പോൾ പൂവില്ല ഇതിൽ. പിന്നെ കാശിത്തുമ്പിയും പല കളറുണ്ട്. ഇത് വേറെ കളറാണ്. ഇപ്പോൾ കളറ് കുറവാണല്ലോ, കുറേ കളർ നേരത്തെ ഉണ്ടായിരുന്നു. ഇത് ജമന്തി, ഇതാ മഞ്ഞ ജമന്തിയാണ്. ഇത് മഞ്ഞ വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പോൾ വെള്ളമില്ല, മഞ്ഞ ഉള്ളൂ. പിന്നെ ചെമ്പരത്തി 11 ഐറ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4 ഐറ്റം ആകുള്ളൂ. കുറേയൊക്കെ പോയി. പല കളറുകളുണ്ടായിരുന്നു. അഞ്ചില്ലി, ഉണ്ട, പിന്നെ കട്ട വയലറ്റ് ഉണ്ടായിരുന്ന ഒരു റോസാപ്പൂവിൻ്റെ അരിയൊക്കെ പോയിപ്പോൾ വലിയ. പിന്നെ ഇതൊരു തരം മുളച്ചെടി ഒക്കെ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതെല്ലാം കുറേ കഴിയുമ്പോൾ മൂപ്പെത്തുമ്പോൾ ഒരു ഉണക്കം വരുമ്പോൾ അതിൽ ഒരു നല്ല കരുത്തുള്ളൊരു ഒരു കമ്പ് കട്ട് ചെയ്തിട്ട് വേറെ ചട്ടിയിലേക്ക് മണ്ണ് വളക്കിട്ടിട്ട് മാറ്റി വെക്കുക. ഇത് പിന്നെ പഴക്കം വരുമ്പോൾ വീണ്ടും അതേമാതിരി കമ്പെടുത്ത് കൊത്തുമ്പോൾ എല്ലാ ചെടിയും പിന്നെയും വളർന്നു വരും. പിന്നെ ഇതൊരു തരം തെച്ചിയാണ്. ഇതിപ്പോൾ ജൂൺ മാസം വന്നപ്പോൾ കാടായി നിന്നപ്പോൾ വെട്ടിയിട്ട് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ കമ്പ് വരികയാണ്. ഇതൊക്കെ മരച്ചെടികൾ ഒരുപാട് വർഷങ്ങളായി ഉണ്ടായിട്ട് കുറേ കഴിയുമ്പോൾ മഴക്കാലം വരുമ്പോൾ കമ്പ് വെട്ടിയിട്ടൊക്കെ തെങ്ങിനൊക്കെ പോലിടും, പിന്നെയും പൊടിച്ച് വരികയാണ്. അപ്പോൾ ഈ ചെടികളൊക്കെ മാറ്റി വെക്കുമ്പോഴേ എങ്ങനെ ചെയ്യാം? ചെടികൾ മാറ്റി വയ്ക്കുമ്പോൾ ആദ്യത്തെ മണ്ണുണ്ടല്ലോ അത് ഒഴിവാക്കുക. എന്നിട്ട് പുതിയ മണ്ണ് വളമൊക്കെ ചേർത്തിട്ട് ചട്ടിയുടെ അടിയിൽ കുറച്ച് ചകിരിത്തുപ്പ് പിച്ച് വയ്ക്കുക. അത് വെള്ളം ചോർന്നു പോകാനാ, അല്ലെങ്കിൽ അടഞ്ഞെടുക്കും. അങ്ങനെ ഏത് മരച്ചെടി ആണെങ്കിലും പൂവിടെ ഇഴയാണെങ്കിലും അതിന് ചെറിയ തൈകളാവുമല്ലോ, തൈകൾ മാറ്റുക. കമ്പാണെങ്കിൽ കമ്പ് മുറിച്ചിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് പഴയത് ഒഴിവാക്കിയിട്ട് വീണ്ടും ചട്ടി അതേമാതിരി വെച്ചാൽ വീണ്ടും ചെടികൾ മോഡൽ കാണിച്ചാലോ? പറയുമ്പോൾ ചിലപ്പോ അങ്ങനെ മനസ്സിലാവണം. ചെറിയൊരു കമ്പെടുത്തിട്ടേ ഇതുപോലെ വെക്കുന്ന രീതി ഒന്ന് കാണിക്കാം. പിന്നെ വേറെ ഒന്നുണ്ട്, ഈ ചെടികൾ കുറെ വലുതായി നിൽക്കുമ്പോൾ പൂച്ചെടി ഏത് ചെടിയാലും ഈ ഉണങ്ങിയ ഇലകളൊക്കെ നിൽക്കല്ലോ, അതൊന്നും അതിൽ നിർത്തരുത്. അത് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോഴേ ആ ചെടികൾ അതിന് വൃത്തിയിൽ നിൽക്കും. മറ്റേത് ഉണങ്ങി നിൽക്കാന്ന് തോന്നും ചെടി കാണുമ്പോൾ. കുറെ ചെടി ഉണ്ടാവും, നല്ല പണിയാവും. നല്ല പണിയാണ്. കുട്ടികൾ നോക്കും പോലെ നോക്കണ പണിയാണ് എനിക്ക്. എല്ലാം തന്നെ ഇപ്പൊ ഇന്നനുസരിച്ച് ഇരിക്കുകയാണെങ്കിൽ ഒക്കെ പോയിട്ടുണ്ടാവും. വാട്ടം വന്നാൽ ഏത് നേരത്തെ വന്നിട്ട് നനയ്ക്കും. നമുക്കൊന്ന് മാറ്റാം. ഹായ്, അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാനെന്താ പുതിയ വേഷത്തിൽ നിന്ന്. ഇന്നലെ ഈവനിങ് ആണ് നമ്മൾ നേരത്തെ കണ്ട ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. കുറേ ചെടികളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു, അമ്മനെ പരിചയപ്പെട്ടു. അമ്മ ചെടീനെ കുറിച്ച് കുറേ വിശേഷങ്ങൾ പറഞ്ഞു. പക്ഷെ നമുക്ക് ലാസ്റ്റ് ആമി കുറച്ച് അലമ്പായ കാരണം അവൾക്ക് ഉറക്കം ശരിയാവാത്ത കാരണം ഭയങ്കര അലമ്പായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് ബാക്കി പോർഷൻസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ചെടി എങ്ങനെ മാറ്റണം എന്നുള്ളതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റിയില്ല.
അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ പുതിയ വേഷത്തിൽ രാവിലെ കുളിച്ചൊരുങ്ങി വന്നിട്ടുള്ളത്. സോ നമുക്ക് ഇന്ന് ചെടി എങ്ങനെ മാറ്റി വെക്കാം, അതുപോലെ ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവെക്കാം. ഓക്കെ. അപ്പോൾ അതേ ഇപ്പം ഇന്നലെ നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞു, കുറേ ചെടികളൊക്കെ കാണിച്ചില്ലേ. പക്ഷെ ഇന്നലെ ആമിയെ ഉറങ്ങാത്ത കാരണം, ഉച്ചയ്ക്ക് ഉറങ്ങാത്ത കാരണം അലമ്പായിരുന്നു. അപ്പോൾ കുറെ നമുക്ക് എടുക്കാൻ പറ്റില്ല. എടുത്തതാണെങ്കിൽ അവളെ സൗണ്ടാണ് കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ചെടി മാറ്റുന്നത് നമുക്ക് ഒന്നും കൂടെ എടുക്കാം. ഇന്നിപ്പോ എന്തോ ചെടി മാറ്റാണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് ഒന്നും കൂടെ കാണിക്കാം. അവളിപ്പോ എന്തായാലും ഓർക്കിഡ്, ഇതൊരു തരം ഓർക്കിഡാ. ഇത് ഒരു തരം കാപ്പി. പിന്നെ അതില് വേറെ വേറെ വരുന്നുണ്ട്. നമ്മൾ വെക്കാത്ത തന്നെ വേറെ ഈ ഇത് പിന്നെ പൂമ്പാറ്റ, പരാഗണം, അത്തിരി വേറെ ചെടിന്ന് പല നമ്മൾ വെക്കുന്ന വേറെ നമുക്ക് ഇതൊരു തരം ചേമ്പിന്റെ ഇല പോലത്തെ ചെടിയാണ്. ഇതൊക്കെ വെട്ടി കളയാണ്ടല്ലേ? അതൊക്കെ വെട്ടി കളയാനാണ്. ഇതൊക്കെ ഈ കളറുള്ള ചെടി വേറെ. നമുക്ക് ഇതൊക്കെ തൈകൾ മാറ്റുക. ഇത് മാറ്റുന്നത് എടുക്കാം. എങ്ങനെ മാറ്റി വെക്കണം എന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം ചെറിയ ചട്ടിയിൽ വെച്ചിട്ട് ഇതാ, പിന്നെ ഇങ്ങനത്തെ വലിയ ചട്ടി മാറ്റുമ്പോൾ കുറച്ച് തുപ്പ് അടിയിൽ, ചകിരി തുപ്പില്ലേ, അടിയിൽ വെക്കുക. ചകിരി തുപ്പ് അടിയിൽ വെച്ചിട്ട് നമ്മൾ ഈ മാറ്റുന്ന ചെടി ഉണ്ടല്ലോ, ഇത് ആദ്യം ചെറിയ കമ്പ് വെച്ചതാ. ചെടി വെക്കാനായിട്ട് വാങ്ങിച്ചാവൂലേ ബക്കറ്റ്? വലിയ ചെടികളൊക്കെ ഇതിൽ വെക്കാം. പിന്നെ ഈ ചെമ്പരത്തി ആദ്യം ചെറിയ കമ്പ് വെച്ച് പിടിപ്പിച്ചതാണ്. അപ്പൊ ഇത് വളർന്ന് വലുതായി വരില്ലേ, അപ്പൊ അതിന് ചെറിയ ചട്ടി പോരാ. അപ്പൊ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതിന് തട്ടി തട്ടി കിട്ടിയില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതില് കുറച്ച് വെള്ളം ചേർക്കുക. പക്ഷെ ഇത് നനവുള്ളത് കൊണ്ട് അതെ കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ കാണിച്ചത് മാറ്റേണ്ട രീതിട്ടാ. ഇതാ ഇത് കണ്ടാ, എടുത്തിട്ട് കുറച്ച് മണ്ണ് അടിയിലിട്ട് കൊടുക്കുക കേട്ടാ. അതെ, ഇതിന് വളം ചേർത്ത മണ്ണാണ്. വളം വാങ്ങിച്ചതാവൂല്ലേ? വളം, വളപ്പൊടി. വളം ഡിപ്പോന്ന് വാങ്ങാം. അല്ല, നമുക്ക് തെങ്ങിനൊക്കെ ഇറക്കി തരൂലേ, അവരിന്ന് വാങ്ങാം. എന്നിട്ട് കുറച്ച് ചാണകപ്പൊടി, ആട്ടുംകാട്ടം. പിന്നെ ചെടിക്ക് വേറെ പല വളങ്ങളുണ്ട്. ഇംഗ്ലീഷ് വളം ചേർക്കാറില്ല. കണ്ടാ, ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ബാക്കി മണ്ണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്താ ബാക്കി മണ്ണ് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഇനി ഇത് എത്രയും കമ്പ് വെച്ചിട്ട് വളർന്നാലും നമ്മൾ പെട്ടെന്ന് മാറ്റണ്ട. വേര് നന്നായിട്ട് വരും. പിന്നെ പെട്ടെന്ന് മാറ്റാൻ പറ്റും വേണ്ട, പെട്ടെന്ന് മാറ്റുന്നില്ല. ചട്ടി വലിപ്പമുള്ളതുണ്ട്. ഇതിപ്പോൾ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, അമ്മ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ചെടി വാട്ടം വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലേ? ഇതൊക്കെ ഇപ്പൊ വീട്ടിൽ നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളാണല്ലോ. ചെടിച്ചട്ടി ഇപ്പൊ എല്ലായിടത്തും. പിന്നെ വളം ചേർത്തില്ലെങ്കിൽ ചെടി കരുത്ത് കുറയും. വളം ചേർക്കണം. ചിലവര് നമ്മളിപ്പോ പുതിയതായിട്ട് വീടൊക്കെ വെക്കുന്നവരെ നഴ്സറിന്നൊക്കെ ചെടികളൊക്കെ വാങ്ങിക്കല്ലോ. അപ്പൊ അവര് അതിന്റെ ഒരു ഇത് കഴിഞ്ഞാ പിന്നെ പൂവിടൂല. അപ്പൊ അവര് പറയും ഇങ്ങനെ ചെടി നന്നാവുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലേ? ശരിക്കും ശ്രദ്ധിക്കണം. കുറച്ച് വലുതാവുമ്പോ ഇങ്ങനെ മാറ്റി വെക്കണം. അതെ. പിന്നെ ഒരേ ചട്ടിയിൽ ഇരിക്കുന്ന ചെടികൾ എന്നും കുറെ ഇരിക്കും. പക്ഷെ കുറെ കഴിയുമ്പോ അത് നല്ല കമ്പെടുത്തിട്ട് മാറ്റി ഇതുപോലെ വേറെ ചട്ടി വെച്ച് അതിൽ മണ്ണിട്ട് വെക്കുക. അല്ലെങ്കിൽ ഇനി വേറെ ചട്ടി വാങ്ങണമെന്നില്ല, ആ ചട്ടി തന്നെ പാടെ ചെടി ഒഴിവാക്കിയിട്ട് അതിന് നല്ലൊരു കമ്പെടുത്ത്. അപ്പൊ ഇങ്ങനത്തെ ചെടികളൊക്കെ കണ്ടാ, ഇതൊക്കെ ഇത്ര വളരും, നന്നായി വരും. അപ്പൊ അത് കുറേ മേപ്പോട്ട് വരുമ്പോ കട്ട് ചെയ്തിട്ട് അതിന്റെ പൂമ്പെടുത്തിട്ട് വീണ്ടും വേറെ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ ഈ ചട്ടി തന്നെ ഒന്നിച്ച് വെക്കാം. പക്ഷെ ഇത് ഒഴിവാക്കിയാൽ മതി. മണ്ണിലിറക്കി വെക്കാൻ പറ്റില്ല ഈ ചെടി? ഒക്കെ മണ്ണിലിറക്കി വെക്കാം. അങ്ങനെ തന്നെ ഈ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ചരിത്തിപ്പൊക്കെ ഇട്ട് മണ്ണ് വളമൊക്കെ ചേർത്തിട്ട് വെച്ച് കൊടുക്കുക. ഉണ്ടാ പിന്നെ ചെടി, പിന്നെ നമ്മൾ മാറ്റുന്ന ചെറിയ ചട്ടികളുണ്ടല്ലോ, ഇതിൽ വീണ്ടും നമുക്ക് ചകിരി മണ്ണൊക്കെ ഇട്ടിട്ട് വീണ്ടും ചെടികൾ വേറെ വെച്ച് കൊടുക്കുക. ചെറിയ ചെടി ഞാൻ കുറേ നിൽക്കും. പക്ഷെ ചെമ്പരത്തി വലിയ മരച്ചെടിയൊക്കെ ആണെങ്കിൽ അതിന് വലിയ ചട്ടി തന്നെ വേണം. ഇതിപ്പോ മണ്ണിന്റെ ചട്ടി അതാ നല്ലത്?
മണ്ണിന്റെ ചട്ടി പിന്നെ കുറെ കാലം നിൽക്കും അല്ലേ? നല്ലത് മൺചട്ടിയാണ്. പ്ലാസ്റ്റിക്കിനേക്കാളും തണുപ്പുണ്ടാവും. പിന്നെ പക്ഷെ എന്താ പിന്നെ തെങ്ങിന്നൊക്കെ വീവൊക്കെ പൊട്ടിപ്പോകുമ്പോൾ നമ്മൾ എളുപ്പം നോക്കി പ്ലാസ്റ്റിക് ചട്ടിയും കുറേ നിൽക്കും. പ്ലാസ്റ്റിക് ചട്ടി പൊട്ടിപ്പോകും. കുറേ മാറ്റിയാൽ മതി. പിന്നെ ഉറപ്പിടുമ്പോൾ പിന്നെ പൊട്ടി വരുമ്പോൾ വേറെ ചട്ടി. ഇതൊക്കെ കുറേ പഴക്കമുള്ള ചട്ടിയാണ്. ഇപ്പൊ പെട്ടെന്ന് ഇതിന്റെ ക്വാളിറ്റി ഇല്ല പ്ലാസ്റ്റിക് ഉണ്ട് ഇല്ലാത്തതുണ്ട്. അപ്പോൾ എപ്പോഴും വാങ്ങുമ്പോൾ നല്ല പ്ലാസ്റ്റിക് ചട്ടി വാങ്ങാം. അതെ. ഇതൊക്കെ നല്ല പ്ലാസ്റ്റിക്കാ. ഇതിന്റെ ലോക്കലുണ്ട്, അത് വേഗം പൊട്ടും. അതാണ് മഞ്ഞ കൊണ്ട് ചെമ്പത്തി. ഇനി സോ ഇതാണ് നമ്മുടെ ഗാർഡൻ ടൂർ. ഇപ്പോൾ കുറച്ച് നമ്മൾ മോർണിംഗ് ആയിട്ടോ രാവിലെയും വൈകുന്നേരമാണ് അധികം നമ്മൾ ചെടീൻ്റെ പരിപാടിക്ക് നിൽക്കുക. ഇനി വേറെന്താ പുതുതായിട്ട് ഇപ്പോൾ ചെടികൾ വെക്കൂലേ, അല്ലെങ്കിൽ പുതുതായിട്ട് ഇപ്പോൾ ചെടികൾ വളർത്താൻ കുറേ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? അത് തുടങ്ങിയിട്ടുണ്ടാവില്ല, അവർക്ക് ഇങ്ങനെ മടി കാരണമൊക്കെ മാറ്റി വെച്ചവരുണ്ടാവും. അവരുടെ അടുത്ത് പറയാനുള്ളത് എന്താ, അത് ചെടി എന്നല്ല എന്ത് ജോലിയാണെങ്കിലും ആ ചെയ്യുന്ന ജോലിയോട് നമ്മൾക്കൊരു ആത്മാർത്ഥത വേണം. ചെടി എന്നല്ല എന്ത് ജോലി. അതായത് എൻ്റെ അടുത്ത് തന്നെ ഒരു ചെടി കൊണ്ടുപോയാണ്ട് അത് ചേച്ചി കൊണ്ടുപോയി വെച്ച് പിന്നെ വളർന്നിനെ വല്ലതും അറിയും. അപ്പൊ അതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. അവരെ ചെടി വെച്ചുകൊണ്ട് അവർ പിന്നെ ആ ഭാഗത്തേക്ക് ഒരു പുതുമ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇട്ടിട്ട് പോകും. ഞാനിത് കാരണം ചെടി ഉണ്ടാക്കാൻ പോകാറില്ല. ഞാനിത് ഇന്നും തുടങ്ങിയല്ല. പക്ഷെ എനിക്കിത് കുട്ടികളെ പോലെയാണ് ഈ ചെടി. അതായത് കുട്ടികളെങ്ങനെ നോക്കണ് അതുപോലെ എനിക്ക് ചെടി. അപ്പൊ നന്നായിട്ട് നോക്കാൻ പറ്റുന്നെങ്കിൽ മാത്രം വെച്ചാൽ ചെടി വെക്കരുത്. സോ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് ഇന്നത്തെ വിശേഷം. പിന്നെ വേറെ പറയാനുണ്ട്. ഇന്നെല്ലാരും ഓരോന്ന് കാണുമ്പോ എനിക്ക് അതാണ് ഇഷ്ടം എന്നറിയില്ല. പക്ഷെ എനിക്ക് ജീവിതത്തിൽ ഇഷ്ടം ഈ ചെടികളും പൂക്കളും പ്രകൃതി എങ്ങനെ നിൽക്കണ നല്ല ഭംഗി നിൽക്കണ ആ പ്രകൃതി ആസ്വദിക്കുക, അതാണ് എൻ്റെ ഇഷ്ടം. ചിലര് വേറെ കാണുമ്പോൾ അതാണ് വലുതാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ താല്പര്യം കേട്ടാ, മറ്റുള്ള താല്പര്യം എനിക്ക് നോക്കണ്ട. പക്ഷെ എനിക്കിഷ്ടം ഏത് കൊച്ചു വീടാണെങ്കിലും അവിടെ ഒരു ചെറിയ പൂന്തോട്ടാണ് എന്റെ മനസ്സിലെ. അത് ശരി. നമുക്ക് ഇവിടെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പുതുതായിട്ട് ആരെങ്കിലും വരുമ്പോഴൊക്കെ പെട്ടെന്ന് നോക്കി പൂക്കളാണല്ലോ. ഈ ചെടികളൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം. അതുപോലെ നമ്മളിപ്പോ പഴയ വീടാണെങ്കിലും എത്ര വർഷമായി? വീടിന്റെ പഴക്കം 33. എത്ര വർഷമായി? വീട് വെച്ചിട്ട് 36 വർഷമായി. അപ്പൊ അതും എല്ലാരും പറയാറുണ്ട്. ഇങ്ങനെ എപ്പോഴും നമ്മള് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന കാര്യം അതും പറയാറുണ്ട്. സോ ഇനി കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. അമ്മൻ്റെ ഇനി സ്പെഷ്യൽ ഫുഡ് ഐറ്റംസും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പം അമ്മയായിട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെടികളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ട് റിപ്ലൈ തരാം. സോ ഇതാണ് പിന്നെ ഏത് ചെടികളും പിന്നെ ഇത്ര വിലന്റെ ചെടിയൊന്നുമില്ല. ഏത് ചെടികളും കുഞ്ഞു ചെടി ആയാലും അതിന് നമ്മളെങ്ങനെ അതിനെ നോക്കിക്കൊണ്ടുതന്നെ നന്നായിട്ട് പൂവിടും. അപ്പൊ ഇത് നമ്മൾ ഓണത്തിനൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട് പൂക്കളത്തിലൊക്കെ ഇടാന്. എന്നും പൂവിരി. അതുപോലെ നമ്മൾ ഓണത്തിൽ പൂക്കളത്തില് കൂടുതലും നമ്മളെ വീട്ടിലെ ചെടിന്നാണ് പൂക്കൾ എടുക്കാറ്. കാശ് കൊടുത്താൽ പൂ വാങ്ങാറില്ല. സോ ഇതാണ് വിശേഷം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കാരണം അമ്മയ്ക്ക് ചെടികളോട് അത്രയ്ക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് അമ്മന്റെ വിശേഷം ഇന്ന് പറഞ്ഞു തീരില്ല അല്ലേ. നമുക്ക് ഇനി ഒരു വീഡിയോ കൂടെ പോകേണ്ടി വരും. കാരണം അമ്മയ്ക്ക് അത്ര ഇഷ്ടമാണ് ചെടികൾ. അതുകൊണ്ടാണ് അങ്ങനെ പിന്നെയും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ഇനി വേറൊരു വീഡിയോയിൽ വരാം. അമ്മ എപ്പോഴും റെഡിയാണ് വീഡിയോയിൽ വരാനായിട്ട്. സോ അതാണ് ഇന്നത്തെ വിശേഷം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. പറയേ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ. നമുക്ക് ഇറങ്ങിയാലോ. thank you